ഈ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആര് എന്നതിൽ ഇന്നൊരു പക്ഷേ തീരുമാനമുണ്ടായേക്കും. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെങ്കിലും ഇന്ന് അറിയുമോ? ഏതായാലും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്ന കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അതിലെന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്നലെ PB യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. അതിലും കേരള ഘടകം അത് തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ് PB എടുത്തിരിക്കുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും എന്തുകൊണ്ട് തോറ്റു എന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ തോൽവിയുടെ കാര്യം വിശദീകരിക്കേണ്ട പിണറായി വിജയൻ അതിന് തയ്യാറായിട്ടില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ആകെ ഒരു 10 മിനിറ്റ് വാർത്താ സമ്മേളനം നടത്തി വെറും 3 ചോദ്യങ്ങൾ മാത്രം ഉത്തരം നൽകിക്കൊണ്ട് തടി തപ്പുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ആകെപ്പാടെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് LDF കൺവീനർ മാത്രമാണ്. മുഖ്യമന്ത്രി ഇതുവരെയും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇന്നെങ്കിലും അത് ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിലും ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ് ഈ തിരഞ്ഞെടുപ്പും ജയിക്കുക അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാലും അവരുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. പാർട്ടിക്ക് ഒന്നാകെ ആ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന ആ ഒരു ബോഡി എന്നതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ ഒരു പരസ്പരം ആ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായില്ല. ഒരു അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏതായാലും അങ്ങനെയാകില്ല. വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് CPM ഉള്ളത്. എന്ത് നിലപാട് ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ നോക്കുന്നത്. ഏതാണ്ട് 9-9:30 മണിയോടുകൂടി പിണറായി വിജയൻ ഈ കാണുന്ന ബേക്കറി ജംഗ്ഷന് സമീപമുള്ള റിസർവ് ബാങ്കിന് തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ നിന്നും AKG സെന്ററിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത്. കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ നായ റോബിൻ ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഏതായാലും രാവിലെ വന്നിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏതായാലും ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്നും അല്പസമയത്തിനകം ഏതാണ്ട് 1-2 മണിക്കൂറിനകം അദ്ദേഹം തൊട്ടടുത്തുള്ള AKG സെന്ററിലേക്ക് യോഗത്തിന് വേണ്ടി പോകും.